നവംബർ 25 തിങ്കളാഴ്ച. ലൂക്ക 21:1-4 വരെ വാക്യങ്ങൾ. ഒരു ധനികൻ മരണാസന്നനായി കിടക്കുമ്പോൾ അവൻ്റെ മനസ്സ് മുഴുവൻ ജീവിതകാലം അവൻ എന്താണ് ചിന്തിച്ചിരുന്നോ അതിലായിരുന്നു: പണം. ജീവിതം മുഴുവൻ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്ന പണസഞ്ചിയുമായി തന്നെ അടക്കം ചെയ്യണമെന്ന് അയാൾ തൻ്റെ കെയർ ടേക്കറിനോട് ആവശ്യപ്പെട്ടു. മരണശേഷം സ്വർഗത്തിൽ അവനൊരു നീണ്ട മേശയ്ക്കരികിൽ മികച്ച ഭക്ഷണങ്ങൾക്ക് അരികെ ഇരുന്നു. അദ്ദേഹം ചോദിച്ചു, ഈ പോർക്ക് ചോപ്സിൻ്റെ വില എത്രയാണ്? 10 രൂപ എന്നായിരുന്നു മറുപടി. ഈ ചിക്കൻ റോസ്റ്റിൻ്റെയോ? അതേ വില. പിന്നെ ഈ മട്ടൺ സ്റ്റ്യൂ 10 രൂപ. വളരെ ചീപ്പാണല്ലോ, അവൻ പിറുപിറുത്തു. ഒരു പ്ലേറ്റ് മുഴുവനും പലവിധ പലഹാരങ്ങളും ആഹാര സാധനങ്ങളോട് നിറച്ചു. പക്ഷേ പണം നൽകാൻ താൻ കൊണ്ടുവന്ന പണം നൽകിയപ്പോൾ മാലാഖമാർ അത് സ്വീകരിച്ചില്ല. അവർ അവനോട് പറഞ്ഞു, സോറി, ക്ഷമിക്കണം ഓൾഡ് മാൻ, നിങ്ങൾ ഭൂമിയിൽ മറ്റുള്ളവർക്ക് നൽകിയ പണം മാത്രമാണ് ഇവിടെ സ്വർഗത്തിൽ സ്വീകരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്നത് ഒരു വിധവയുടെ കൊച്ചു കാശിനെ കുറിച്ചാണ്. ധനികരായ ആളുകൾ ഭണ്ഡാരത്തിൽ വഴിപാടുകളിടുന്നത് യേശു ശ്രദ്ധിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ 2 ചെറിയ നാണയങ്ങൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അവൻ കണ്ടു. അവളുടെ സ്നേഹനിർഭരമായ ഔദാര്യം യേശുവിനെ ആഴത്തിൽ സ്പർശിച്ചു. അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഈ പാവപ്പെട്ട സ്ത്രീ മറ്റുള്ളവരെക്കാളും കൂടുതൽ ഖജനാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. മറ്റുള്ളവർ അവരുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തു, എന്നാൽ ഈ സ്ത്രീ ആകട്ടെ തനിക്കുള്ളതെല്ലാം സമർപ്പിച്ചു. അന്തരിച്ച ജോൺ പോൾ II മാർപ്പാപ്പ, അദ്ദേഹം ഇപ്പോൾ ഒരു വിശുദ്ധനാണ്, അഭിപ്രായപ്പെട്ടു: ആരും ഒന്നും നൽകാൻ പറ്റാത്ത അത്രത്തിലെ ദരിദ്രരല്ല. ഇന്നത്തെ സുവിശേഷത്തിലെ വിധവയെപ്പോലെ ദരിദ്രരിൽ ഏറ്റവും ദരിദ്രനും നൽകാൻ ചില നാണയങ്ങൾ കണ്ടെത്താനാകും. നമ്മുടെ മിച്ചം വരുന്നത് മാത്രമല്ല, നമുക്കുള്ളതെല്ലാം വാഗ്ദാനം ചെയ്യാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം സത്യത്തിൽ ഒന്നും നമ്മുടേതല്ല. നിരുപാധികം നമ്മെ സ്നേഹിക്കുന്ന സ്വർഗസ്വനായ പിതാവിൻ്റെ ഔദാര്യത്തിൽ നിന്നാണ് നാം നേടിയതെല്ലാം. നമ്മൾ സഭയ്ക്കും സ്കൂളുകൾക്കും അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കും എത്രമാത്രം നൽകുന്നു എന്നതിൽ യേശുവിന് താല്പര്യമില്ല. കേവലം പേഴ്സിൻ്റെ ഔദാര്യമല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്, പിന്നെയോ ഹൃദയത്തിൻ്റെ ഔദാര്യം ആണ്. മറ്റ് ദാതാക്കളെ അപേക്ഷിച്ച് ഈ വിധവയുടെ സമ്മാനം തുച്ഛമായിരുന്നു. എന്നിരുന്നാലും അവൾ നൽകിയത് അവളുടെ ആവശ്യത്തിൽ നിന്നാണ് വന്നത്. ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ അവൾ പാടുപെടുകയായിരുന്നു. എന്നിട്ടും അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം സൗജന്യമായി ക്ഷേത്ര ഭണ്ഡാരത്തിലേക്ക് ഇട്ടു. ആ സ്ത്രീയുടെ സ്നേഹത്തിനും അവളുടെ ഔദാര്യത്തിനും യേശു അവളെ അഭിനന്ദിച്ചു. ഇന്ന് യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ സമ്പത്തിന് നന്ദിയുള്ളവരായിരിക്കുക. നമ്മുടെ മേശപ്പുറത്തുള്ള ഭക്ഷണം, തലയ്ക്ക് മുകളിലുള്ള കൂര, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ, ഇതൊക്കെ നമ്മുടെ സമ്പത്താണ്. നമ്മുടെ രാജ്യത്തും ഈ ലോകത്തും ഭക്ഷണമോ പണമോ പാർപ്പിടമോ തൊഴിലോ ഇല്ലാത്ത അനേകം ആളുകളെ ഓർത്തിരിക്കാനും യേശു നമ്മെ ക്ഷണിക്കുകയാണ്.
ചില സമയമോ ശ്രദ്ധയോ വിഭവങ്ങളോ പരിചരണമോ ആവശ്യമായി വന്നേക്കാവുന്ന വ്യക്തികളെ നമുക്ക് ഇന്ന് പരിഗണിക്കാം. ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ള ആ സമ്പത്ത് ഒന്ന് പങ്കുവയ്ക്കാം. അത് എത്ര കൊച്ചു കാശായാലും അവർക്കൊരു വലിയ അനുഗ്രഹമായിരിക്കാം. അതുപോലെ പ്രിയപ്പെട്ടവരെ, അവരും നമുക്ക് ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് നാം കണ്ടെത്തിയേക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.